വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ CPM നേതാവ് ഡോക്ടർ പി സരിൻ MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ ദുരുപയോഗം ചെയ്തുവെന്ന് സരിൻ വിമർശിച്ചു. കേരളത്തിന്റെ പ്രജ്വൽ രേവണ്ണയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് സരിന്റെ വിമർശനം. ശബ്ദമില്ലാത്ത കോൺഗ്രസുകാർക്ക് വേണ്ടിയാണ് താൻ ശബ്ദിച്ചതെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനിയും തെളിവുകൾ പുറത്തുവരുമെന്നും സരിൻ പറഞ്ഞു. ഷാഫിക്ക് നേരത്തെ രാഹുലിനെതിരെ പരാതി കിട്ടിയിരുന്നുവെന്നും രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരിക്കെ ഷാഫിക്ക് എത്ര സ്ത്രീകളുടെ പരാതി കിട്ടിയെന്നും സരിൻ ചോദ്യങ്ങൾ ഉന്നയിച്ചു. തെമ്മാടിക്കൂട്ടമായി കോൺഗ്രസ് മാറിയെന്നും ഒരാൾ രാജിവെച്ചാൽ കോൺഗ്രസ് പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതണ്ടെന്നും സരിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ മേന്മ വ്യക്തമാക്കണമെന്നും പാലക്കാട്ടെ ജനങ്ങളുടെ തലയിലേക്ക് രാഹുലിനെ കെട്ടിവെച്ചത് പ്രതിപക്ഷ നേതാവും ഷാഫിയുമാണെന്നും സരിൻ കൂട്ടിച്ചേർത്തു. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഒരാൾ പരിഗണിക്കപ്പെടരുത് എന്നും അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുമൊക്കെ പലപ്പോഴായി ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എങ്കിൽ പോലും അന്ന് അത് ഒറ്റയാൾ പോരാട്ടമായി മാറി. ഞാൻ അതിന്റെ ഇരയായി തീർന്നു. പക്ഷെ എന്റെ രാഷ്ട്രീയത്തിന്റെ ക്ലാരിറ്റി അന്നും ഇന്നും ഒക്കെ ഒരുപോലെ ആയതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ തെളിച്ചം വന്നു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നത് പോലുമില്ല. ആളുകൾക്ക് അത് കുറച്ചുകൂടി മനസ്സിലായി തുടങ്ങി എന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്, പ്രത്യേകിച്ച് ഈ പറയുന്ന ആരോപണ വിധേയനായ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആരോപണങ്ങൾക്ക് വിധേയനാകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന മാന്യദേഹത്തോടല്ല. മാന്യദേഹം എന്തായാലും ഒരുപാട് കേസുകളൊക്കെ ആയിട്ട് വിചാരണ നേരിടേണ്ടി വരും കോടതിയിൽ തന്നെ. ഉദാഹരണം നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. 2 കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടു. ഒന്ന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ്. നിങ്ങളത് അതിന്റെ പകർപ്പൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുക, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് ഇവിടുത്തെ പ്രക്ഷോഭ സമരങ്ങൾ കവർ ചെയ്യാനുള്ളതാണ്. 2, എനിക്ക് തോന്നുന്നത് ഗർഭസ്ഥ ശിശുവിന്റെ അവസ്ഥയെ ബാലാവകാശ കമ്മീഷന്റെ നിയമത്തിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാലാവകാശ കമ്മീഷന്റെ പരിധിയിൽ വരുന്ന ഗർഭസ്ഥ ശിശുവിന്റെ ഗർഭഛിദ്രം നടത്തുന്നതിന് വേണ്ടി ഒന്ന് പുറത്തു വന്ന ആ ഓഡിയോ ഒക്കെ ഞാനിപ്പോൾ വരുന്നത് ഒരു ബാർബർ ഷോപ്പിൽ നിന്നാണ്. ഞാനത് ബാർബർ ഷോപ്പിൽ നിന്നാണ് വരുന്നത് പറയാനും കാരണമുണ്ട്. ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ അതിനെപ്പറ്റിയൊക്കെ സൂചനകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാനൊന്ന് മുടി വെട്ടാൻ വേണ്ടി പോയപ്പോൾ ഒരാൾ ഓടി വന്നിട്ട്, ഞാൻ അവിടെ ഇരിക്കണമെന്ന് അറിയില്ല, കാരണം നമ്മൾ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ആ ബ്യൂട്ടി സലൂണിൽ വന്നിട്ട്, അതെ അറിഞ്ഞോ രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കാൻ പോകാന്നിത്രേ എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പുറത്തെ ആള് ഇവിടെ ഇരിക്കുന്ന ആളാരാണെന്ന് ചോദിക്കാതെ 1-2 ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ആളുകൾക്ക് ഒരു 24 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഉണ്ടാകുന്ന വെളിപാടുകളെ പറ്റി നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഈ മാന്യദേഹത്തിനെതിരെ ഒരുപാട് കേസുകൾ വരും. ആ കേസുകൾക്ക് ഒരു പക്ഷേ കൂട്ടുനിന്ന ആളുകൾ പൊതുസമൂഹത്തിൽ ഇനി വിചാരണ ചെയ്യപ്പെടാതെ പോകാനുള്ള സാധ്യതയെ മുൻനിർത്തിയാണ് എന്റെ പത്രസമ്മേളനം. അല്ലാതെ ഓൾറെഡി വിചാരണയിലേക്ക് വിധേയനാകേണ്ടുന്ന ആളെ കേരള പൊതുസമൂഹം ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും കാണാമറയത്തിരിക്കുന്ന ചില മാന്യദേഹങ്ങളുണ്ട്, അവരെ നമുക്ക് എക്സ്പോസ് ചെയ്തേ പറ്റൂ. ശരിയായ വില, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ്. HUID സ്വർണ്ണാഭരണങ്ങൾ അതാത് ദിവസത്തെ ശരിയായ വിലയിൽ ഡെയിലി വെയർ, പാർട്ടി വെയർ എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ, ഒരേ വില ഓരോ ഉപഭോക്താവിനും. ഡയമണ്ട്സ്, സ്റ്റോൺസ് ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ. എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണത്തിന് പുതിയ വില. കൃത്യമായ ബിൽ, വ്യക്തമായ വിവരങ്ങൾ. കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ്. എല്ലാ കസ്റ്റമേഴ്സിനും, എല്ലാ പർച്ചേസിലും, എല്ലാ ഷോറൂമുകളിലും. കവിത ഗോൾഡൻ ഡയമണ്ട്.